ഓൺ ദ സ്പോട്ടിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും നിങ്ങളോട് ഞാൻ പേര് പറഞ്ഞ് നിങ്ങളും കേട്ട് മടുത്ത് കാണും അല്ലേ? അതുകൊണ്ട് ഇന്ന് ഞാൻ പേര് പറയുന്നില്ല. ഇന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓൺ ദ സ്പോട്ടിൽ പുതിയൊരു പടത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രി. ഈ പടത്തിന്റെ പേര് കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ചത് എന്താ പറയുക, ഇതൊരു ഓൾഡ് പഴയൊരു മൂവിയാണെന്ന് വിചാരിച്ചു. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അങ്ങനത്തെ ഒരു സംഭവമേ അല്ല. ഇത് ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന, മനസ്സിനെ ടച്ച് തോന്നുന്നത്, ഭയങ്കര വലിയ കോമഡിയൊന്നും അല്ലെങ്കിലും രസകരമായ കോമഡികൾ ഉള്ളൊരു നോർമൽ മൂവി. പടത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നേക്കാൾ നല്ലത് പടത്തിൽ അഭിനയിച്ച ആൾക്കാരും ഡയറക്ടറൊക്കെ പങ്കുവയ്ക്കുന്നില്ല അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റായ അജുവിനെ ആണ് നമ്മൾ കൊടുത്തത്. അജുവിൻ്റെ വിശേഷങ്ങൾ. അജുവിനകത്ത് നല്ല ശാസ്ത്രി, ലാൽ ബഹദൂർ ശാസ്ത്രിയിലെ ശാസ്ത്രീയായിട്ട് ചെയ്തിരിക്കുന്ന അജുവാണ്. അപ്പം അജുവിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം അല്ലേ? പോവാം. ഹായ് അജു. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സഹനടനായിട്ട് അല്ലേ? ക്യാരക്ടർ റോൾ. ഇത് സപ്പോർട്ടീവ് റോൾ അല്ല, ഇതും ക്യാരക്ടർ റോൾ. ഇതും ചിരിപ്പിക്കും? ഇല്ല, ക്യാരക്ടർ റോളാണ്. ചിരിപ്പിക്കുമല്ലോ എന്നുള്ളത് നമുക്കറിയില്ല. ചിരിച്ചിട്ടുണ്ട്. സാധാരണ എനിക്ക് അജുനെ ഓട്ടോമാറ്റിക്കലി കാണുമ്പോൾ നമുക്ക് ചിരി വരും. ഇതിലങ്ങനെ നമുക്ക് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് ലൈറ്റ് സാധനങ്ങളാണ്. ലൈറ്റ് ചിരിയാണ്. ഒരിക്കലും ഒരു ഹ്യൂമർ ഫീൽഡ് ഒരു സിനിമയല്ല. പക്ഷേ നമ്മൾ പ്ലസന്റ് ആക്കുന്നതാണ്. നമ്മൾ ചെറിയ ഗിഗിൾസ് ഉണ്ടാക്കാം, പൊട്ടിച്ചിരികളില്ല. അതിനെ കിട്ടിയാൽ നമ്മുടെ ഭാഗ്യം. എന്തായാലും ഈ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താ ഓർമ്മ വരുന്നത്? നമ്മുടെ പഴയ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ആണ് ലാൽ ബഹദൂർ. ഫേമസ് പേഴ്സണാലിറ്റി പ്രൈം മിനിസ്റ്റർ. അപ്പൊ പുള്ളി കുറെ റൈറ്ററും അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെയാണ്. അദ്ദേഹം മൾട്ടി ടാലന്റഡ് ആയിരുന്നു. എനിക്കും വലിയ ഐഡിയ ഇല്ല. അപ്പൊ ഈ സിനിമ തുടങ്ങുന്നതിന് എന്തെങ്കിലും റെഫറൻസ് ഒക്കെ നടത്തിയായിരുന്നു? ഇല്ല, നമ്മൾ ഈ പേര് ഇട്ടത് എനിക്ക് തോന്നുന്നു അത് രജീഷിനായിരിക്കാൻ കുറച്ചും കൂടെ നന്നായിട്ട് ഉത്തരം പറയാൻ പറ്റുക. ഒരു പരിധി വരെ പ്രൊമോഷണൽ ടെക്നിക്ക് ആയിരിക്കണം. അത് നമ്മളിപ്പോൾ കള്ളം പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ ലാലിനെയും ബഹദൂറിനെയും, ബഹദൂറിക്ക വേണിച്ചേട്ടൻ ചെയ്യുന്നത്, ലാല് ജയേട്ടൻ ചെയ്യുന്നത്, എൻ്റെ ശാസ്ത്രി. പക്ഷേ ഈ മൂന്ന് പേരും ഒരു ഫോഴ്സ്ഡ് രീതിയിലല്ല ഈ പേരുകൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ സീനുണ്ട്. മൂന്നുപേരും പരിചയപ്പെടുന്നത്, മൂന്നുപേരും സ്ട്രേഞ്ചേഴ്സ് ആണ്. മൂന്നുപേരും പരിചയപ്പെടും. തീർച്ചയായിട്ടും നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ അങ്ങനെയാണ്. അവിടെ ഞാൻ പറയുന്ന സാധനം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ വരെ ഭരിക്കാമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ തമാശകളാണെങ്കിൽ തമാശയായിട്ട് നമ്മൾ പറയാനല്ല, പക്ഷെ സിറ്റുവേഷനിൽ അത് ആപ്റ്റ് ഡയലോഗായി. ഒരുമിച്ച് വന്നാൽ നമുക്ക് ഇന്ത്യ വരെ ഭരിക്കാമല്ലോ. അതിലൊരു തമാശയുണ്ട്. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്. ഈ തമാശ തിരിച്ചറിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. നമുക്ക് തിരിച്ചറിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ലാബ് സ്റ്റിക്ക് ഓടി വീഴുന്നു, തെന്നി വീഴുന്നു, അങ്ങനെ പറയാം. ഈ കഥ അത് ഡിമാൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഡിമാൻഡ് ചെയ്യാത്തൊരു കഥയില്ല. അതൊന്നും ആഡ് ചെയ്തിട്ട് കാര്യം. ഇതൊരു പെട്ടെന്ന് പറഞ്ഞു തീർക്കാമെങ്കിൽ ഇതൊരു ഷോർട്ട് ഫിലിം ആക്കി തീർക്കാം. ഒരു ആ ഷോർട്ട് ഫിലിം ഭയങ്കര ടൈറ്റ് പാക്ക് ഷോർട്ട് ഫിലിം ആയിരിക്കും. പക്ഷെ അവിടെയാണ് രജീഷ് എന്ന് പറഞ്ഞ ഡയറക്ടറിനോട് എനിക്ക് പേഴ്സണലി റെസ്പെക്ട് തോന്നിയ കാര്യം. വളരെ ചെറിയൊരു പ്രമേയം നെറേറ്റീവിൻ്റെ ഒരു ഡിഫറൻസിലൂടെ ഇത്രയും ഇങ്ങനത്തെ ഒരു സിനിമയാക്കി മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഫസ്റ്റ് റിസ്ക്. സെക്കൻഡ് റിസ്ക് ആൾക്കാരെ തിയേറ്ററിൽ വരിക, അത് എൻജോയ് ചെയ്യുക. ഈ രണ്ട് റിസ്കുകളും ഒരു പരിധിവരെ സക്സസ്ഫുള്ളായി. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചോളം എന്താ പറയുക, നമ്മളൊക്കെ ഭാഗമാവുന്ന ഈ സിനിമ അങ്ങനെ വരുമ്പം നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ സിനിമകൾ, പ്രമേയപരമായ ചെറിയ സിനിമകൾ, കോസ്റ്റ് എഫക്റ്റീവായ സിനിമകൾ ചെയ്യാൻ ഇനിയും നമുക്ക് പറ്റും. ആൾക്കാർ അതിന് മുന്നോട്ട് വരും. ഇൻഡസ്ട്രി കൊടുക്കുന്ന പ്രൊഡക്റ്റ് നന്നായാൽ മതി. ഈ പ്രൊഡക്റ്റിന് ഇപ്പം നമുക്കറിയാം, ഗംഭീര, നമ്മൾ ഒരിക്കലും ഒരു ഫേക്ക് പ്രോമിസ് കൊടുക്കണില്ല. ഇതൊരു മഹാ സംഭവമായി ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് കുടുംബസമേതം പോവാം, എൻജോയ് ചെയ്യാം, ത്രില്ലടിക്കാം. അതെനിക്ക് ഞാൻ ഈ പറയുന്ന എൻ്റെ അഭിപ്രായങ്ങളല്ല. ഈ സിനിമ കണ്ടിറങ്ങി എന്നോട് വിളിച്ചും എന്നോട് സത്യങ്ങൾ പറയുന്ന എൻ്റെ കുറച്ച് കൂട്ടുകാരുടെയും അഭിപ്രായങ്ങളാണ്, പ്രേക്ഷകർ. അവരും പ്രേക്ഷകൻ പറയുന്നത് അറിയാത്തവരുടെയും അഭിപ്രായമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിലി പ്രേക്ഷകർക്ക് പോയി തിയേറ്ററിൽ പോയി കാണാൻ സിനിമകൾ വേണം. ചെറുപ്പക്കാർക്ക് പോകാൻ ഉൾപ്പെടെ ചെറുപ്പക്കാർക്കൊപ്പം തന്നെ ഇവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള ഇപ്പം വെള്ളിമുഖ, ഓർമ്മയുടെ മുഖം, ഇതൊക്കെ നമ്മൾ ആ ഒരു പർപ്പസിലെടുത്താണ് ഒരു സിനിമയുടെ ഒരു ഉദ്ദേശം. അപ്പം ഇത് ഇപ്പോൾ പ്രായമുള്ളവർക്കും കാണാം, ചെറുപ്പക്കാർക്കും കാണാം. അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയാണിതിൽ. ഒരു പ്രമേയം എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. പിന്നെ നമുക്കറിയാം ഇതിൽ പെർഫോം ചെയ്തേക്കുന്ന ആക്ടേഴ്സ് ഇപ്പം ജയേട്ടൻ, നെടുമുടി വേണിച്ചേട്ടൻ വളരെ ജനപ്രിയരായ നടന്മാരാണ്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറിക്ക് സപ്പോർട്ട് വേണ്ട. പിന്നെ ഒരു മ്യൂസിക്കാണ്. വിജയേട്ടനെ പോലെ ഒരാൾ നമുക്കറിയാം. ഒരുപാട് അറബിക് കഥ തൊട്ട് വരുന്ന വെള്ളിമുഖ വരെ നമുക്കറിയാം. ഒരുപാട്
എന്താ പറയാ ഒരുപാട് സിനിമകൾ മെലഡീസ് ഉൾപ്പെടെ കിങ് ഓഫ് മെലഡീസ് ഇപ്പൊ അറ്റ് പ്രസന്റ് എനിക്കൊന്നും വിജയേട്ടനായിരിക്കാം ഒരു പരിധി വരെ. എൻ്റെ പേഴ്സണൽ ലൈഫിൽ വിജയേട്ടൻ എനിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയ സിനിമകളും വിജയേട്ടനായിരുന്നു. സെവൻസ് ഇപ്പോൾ വിജയേട്ടനാണ്, പുണ്യാളൻ വിജയേട്ടനാണ്, വെള്ളിമൂങ്ങ വിജയേട്ടനാണ്, ഇപ്പം ലാൽ ബഹദൂർ വിജയേട്ടനാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ വിജയേട്ടനോട് നന്ദി പറയുന്നു. അപ്പം ഞാൻ ഒറ്റ വാക്കി പറഞ്ഞു തീർക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു പ്രമേയം, വളരെ സിമ്പിളായിട്ട് എൻ്റെ ഒരു നെറേറ്റീവിൻ്റെ ഡിഫറൻസ്, ഞാൻ വേറെ എൻ്റെ ക്യാരക്ടർ പുതിയ വ്യത്യസ്തമാണെന്നോ ഒന്നും ഞാൻ പറയുന്നത്, പക്ഷേ എൻ്റെ നെറേറ്റീവിന് ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇതിലൊരു ചെറിയ ക്യാരക്ടർ, ഇത് മിനൻ എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. മിനനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൾട്ടി ടാലൻറ്റഡ് പയ്യനാണ്. അതായത് ഒരു ഭാവി വാഗ്ദാനം, അത് ഏത് മേഖലയിൽ വാഗ്ദാനമായി മാറുന്നുള്ളത് എനിക്കറിയില്ല. കാര്യം അവൻ ഒരുപാട് മേഖലയിൽ വാഗ്ദാനങ്ങളായി മാറാൻ ചാൻസ് ഉണ്ട്. മുന്നറിയിപ്പ് എന്നുള്ള സിനിമയിൽ അടിപൊളി ഒരു വേഷം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നും ഓർത്തിരിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും മുന്നറിയിപ്പ്. 101 ചോദ്യം എന്ന് പറയുന്ന സിനിമയിൽ നാഷണൽ അവാർഡ് വാങ്ങിയ കുട്ടിയാണ്. ഇതിലൊരു മേജർ ക്യാരക്ടർ മിനനാണ് ചെയ്തേക്കുന്നത്. ഒരുപാട് പേര് അപ്രീസിയേഷൻ ഇപ്പം മിനൻ കിട്ടിയിട്ടുണ്ട്. സന്തോഷം. കാര്യം ഇങ്ങനെയുള്ളവരൊക്കെ ഒപ്പം നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുക, അതൊക്കെ എനിക്കും ഞാൻ പറയട്ടെ, ഓരോ സിനിമയും ബോക്സ് ഓഫീസിൽ എന്തും ആയിക്കോട്ടെ, പക്ഷെ നമുക്കതൊരു ലേണിംഗ് ആണ്. അപ്പം ഇവിടെ നമുക്ക് ദൈവാനുഗ്രഹിച്ച് ഇത് ബോക്സ് ഓഫീസിലും കുഴപ്പമില്ലാതെ പോകണം. അത് നമുക്ക് തീർച്ചയായിട്ടും ഇനിയും പ്രേക്ഷകർ സഹകരിച്ച് നമുക്കിത് ഇനിയും വിജയം മാറും. നിങ്ങൾ ഇനിയും സഹകരിക്കണം. കാര്യം ഞാൻ വീണ്ടും പറയണു, കുടുംബസമേതം പോയി കഴിഞ്ഞാൽ ഈ ഒരു കൊച്ചു സിനിമ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാര്യം ഇതിലിപ്പോൾ പറയുന്ന പോലെ വലിയ വലിയ പ്രോമിസുകളില്ലാത്തത് കൊണ്ട് നിങ്ങൾ പ്രതീക്ഷയില്ലാതെ പോകുന്ന എനിക്ക് ഉറപ്പാണ്. ആ പ്രതീക്ഷയില്ലായ്മയിൽ ഈ ഒരു ചെറിയ പ്രമേയം നിങ്ങളുടെ മനസ്സിൽ 2 മണിക്കൂറിനുള്ളിലുള്ള ഈ സിനിമ നിങ്ങളുടെ കാശിന് മുതലാവുന്നതാണ്. എന്തായാലും ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കേണ്ട വന്നില്ല. അജു തന്നെ മൊത്തം ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും ചോദിക്കാനില്ല സത്യത്തില്. ഒന്നാമത്തെ കാര്യം ഞാനും കൂടെ ഓൾറെഡി നമ്മൾ സുഹൃത്തുക്കളാണ്. അപ്പം ഇവന്റെ ഒരു ചോദ്യത്തിന് വേണ്ടി ഇപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ ചോദ്യത്തിനുള്ള അവസരം തന്നെ മൊത്തമായിട്ട് പറഞ്ഞു. എന്തായാലും ഇതിനെ 3 ലാൽ ബഹദൂർ ശാസ്ത്രി അല്ലെ, ഇത് 3 വ്യക്തികളാണ് അല്ലേ? 3 ലാൽ എന്ന് പറയുന്നത് ജയേട്ടൻ, ബഹദൂർക്ക എന്ന് പറയുന്ന വേണിച്ചേട്ടൻ, ശാസ്ത്രി ധർമ്മജൻ ശാസ്ത്രിയുടെ ഞാൻ. അപ്പൊ ഈ എന്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ അതാ ചോദിക്കാണ്ടോ അവസരം തരുമോ? കൃഷി ഓഫീസില് അപ്പന്റെ കുടിശ്ശിക, കടത്തിന്റെ ഇത് ബാധ്യത ഒന്ന് ഒഴിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചവൻ നടക്കാണ്. ഈ കൃഷി ഓഫീസറായിട്ട് ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്മി ചേച്ചിയാണ്, ലക്ഷ്മിപ്രിയ. എത്രയോ വർഷമായിട്ട് ഇവൻ നടക്കുകയാണ് ഈ കടവും നെയ്ത്തുള്ളു കർഷകരാണ് ബേസിക്കലി. അപ്പൊ ഇവിടെ നിന്ന് വരികയാണ്, ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരികയാണ്. വന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ വരവിന് ഈ വരവിന്റെ ഇടയ്ക്ക് എന്റെ ഭാര്യ ഒന്ന് പ്രസവിച്ചു. അതായത് ഇങ്ങനെ ഇട്ട് ഓടിക്കുകയാണ് ഇത്രയും ഗ്യാപ്പ്. അന്ന് അറിയോ? ഓരോരോ അറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു, അതായത് ഈ 3 ഏക്കർ പാടത്തില് കൃഷി ഇറക്കിയപ്പം വിത്തെറിയാൻ വന്നത് കൃഷിമന്ത്രിയാണ്. അന്ന് ഞാൻ വിചാരിച്ചത് നടക്കില്ല എന്ന്. അപ്പൊ അവരുടെ ഒരു കൗണ്ടർ ഉണ്ട്. ഞാൻ സിനിമാനെ ഇപ്പൊ പറയാണ് ഇപ്പൊ, പക്ഷെ ആ കൗണ്ടർ ഒരു രീതി ഞാൻ പ്രേക്ഷകരിലോട്ട് എത്തിക്കുകയാണ്. ലക്ഷ്മി ചേച്ചി പറയാണ്, അയ്യോ മക്കളില്ലാത്ത മന്ത്രിയെ കൊണ്ടാണ് വിത്തെറിയിച്ച്. അപ്പൊ അത് നമ്മൾ അങ്ങനത്തെ നർമ്മങ്ങളാണ്. അല്ലാതെ ഒരു ലൗഡ് ഹ്യൂമറിനെക്കാളും നമ്മുടെ നാട്ടിൻപുറത്തില് നമ്മളുടെ സാധാരണ വ്യക്തികൾ സംസാരിക്കുന്ന ഒരു ഭാഷ രചിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് നോക്കുമ്പോൾ കൃഷി ഓഫീസല്ലേ, നമ്മുടെ അവിടുത്തെ ഒരു പ്യൂൺ വരികയാണ് വിത്തും കൊണ്ട്. എങ്ങോട്ടാ ഇതെന്താ ഞാൻ ചോദിക്കുമ്പോൾ കുറച്ച് വിത്ത്. നിങ്ങൾക്കൊക്കെ ഇതേ ഉള്ളൂ പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സീനിലാണ് തുടങ്ങുന്നത്. പിന്നെ ഞാൻ ഗ്രാജുവലി ഈ ലാലിനെയും ബഹദൂർക്കയും കണ്ടുമുട്ടുകയാണ് ഒരു ഇൻസിഡന്റിലൂടെ. കണ്ടുമുട്ടിയിട്ട് പിന്നെ ഞങ്ങളുടെ ജേർണി ഒരുമിച്ചാണ്. എന്തായാലും അജു പടം എല്ലാ പടങ്ങളും പോലെ അജുവിന്റെ ഈ പടവും ഹിറ്റാവട്ടെ, പ്രേക്ഷകർ അംഗീകരിക്കട്ടെ അജുവിന്റെ ക്യാരക്ടറിനെ. അജു എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾക്കെല്ലാം പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ് മലയാളികൾക്ക്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, സുഹൃത്തുക്കളാണ്. അപ്പം എന്താ ഒരു പരസ്പര ഒരു ഫോർമാലിറ്റി ഇല്ലാതെ പ്രേക്ഷകരോട് പറയുമ്പോൾ അങ്ങനെ വേണമല്ലോ, അതാണ് സംസാരിച്ചത്. കാരണം ഞാൻ പറയാം. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്ന ഇനിയും ഒരുപാട് സിനിമകൾ ഇതുപോലെ വിജയങ്ങളായി തന്നെ ഭവിക്കട്ടെ. ഈ സിനിമയും അതുപോലെ തന്നെ വലിയൊരു വിജയമായി മാറട്ടെ. താങ്ക് യു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു.